നമസ്കാരം. +2 ഫിസിക്സ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും അതിന് ഏറ്റവും ലളിതമായ ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്റ്റേറ്റ് കൂളോംസ് ലോ F equal to 1/4πε0 Q1 Q2 divided by R square. ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് 1/4πε0 equal to 9 into 10 raised to 9. What is the electric field produced by a point charge? E equal to 1/4πε0 Q by R square or limit Q tends to 0 F by Q. ഈ ഒരു ഇക്വേഷൻ ഡെഫിനിഷൻ പോയിന്റ് ചാർജിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചാലും ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതിയാവും. വാട്ട് ഇസ് ദി SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ന്യൂട്ടൺ പെർ കൂളും. ഡിഫൈൻ ഇലക്ട്രിക് ഫ്ലക്സ്. Phi equal to E dot S. യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളും. Define electric dipole moment. P equal to Q into 2A. What is its SI unit? Coulomb meter. Derive the electric field intensity at a point on the axial line of an electric dipole. E equal to 2P by 4πε0 R cube. What is its direction? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ along P, that is along dipole moment. ഈ ഒരു ഡെറിവേഷൻ ഒരു 2 അല്ലെങ്കിൽ 3 സ്റ്റെപ്പെങ്കിലും പഠിച്ചിരിക്കുക. അതിൻ്റെ ഫിഗറും കൂടി പഠിക്കുക. ഈ ഫൈനൽ ഇക്വേഷനാണ് ഇതിൽ ഉൾപ്പെടുത്തിയത്. Derive the expression for electric field intensity at a point on the equatorial line of an electric dipole. E equal to -P by 4πε0 R cube. It is opposite to the direction of dipole moment. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഓർത്തിരിക്കേണ്ടത് റിലേഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിയൽ ലൈൻ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻ. ഈ ആക്സിയൽ ഈക്വൽ ടു 2 times ഈ ഇക്വറ്റോറിയൽ. സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. Phi equal to Q by ε0. Using Gauss's law, find electric field due to an infinitely long, straight, uniformly charged wire. E equal to lambda by 2πε0 R. ഇതിൻ്റെ ഡെറിവേഷനും അറിഞ്ഞിരിക്കുക. 1-2 സ്റ്റെപ്പെങ്കിലും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഒബ്റ്റെയിൻ ദ ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിക്കാം, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഓർ ഡിറൈവ് ദി ഇലക്ട്രിക് ഫീൽഡ് എന്ന് ചോദിക്കാം. അപ്പോൾ ഈ രീതിയിലൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. Derive the expression for field due to uniformly charged infinite plane sheet. നമുക്ക് കിട്ടേണ്ടത് E equal to sigma by 2ε0 എന്നുള്ള ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷനും പഠിച്ചിരിക്കാം. Then obtain the electric field intensity due to uniformly charged thin spherical shell. അവിടെ 3 കേസുണ്ട്. ഔട്ട്സൈഡ് ദ ഷെൽ സിഗ്മ ആർ സ്ക്വയർ ബൈ ε0 ആർ സ്ക്വയർ അല്ലെങ്കിൽ Q by 4πε0 ആർ സ്ക്വയർ. Inside the shell E equal to 0, on the surface E equal to sigma by ε0. അപ്പോൾ ഇവിടെ ചിലപ്പോൾ show that the field due to spherical shell is given by this equation അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഈ 3 ഡെറിവേഷൻ ഇപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞ ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻ വരുന്ന 3-ലും ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് കൂടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്? V equal to Q by 4πε0 R. യൂണിറ്റ് വോൾട്ട് ആണ്. കപ്പാസിറ്റൻസ് നമുക്കറിയാം C equal to Q by V. വാട്ട് ഈസ് ദി SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ്? ഫാരഡ്. Derive the expression for capacitance of a parallel plate capacitor. C equal to ε0 A by D. ഡെറിവേഷൻ പഠിച്ചിരിക്കാം, നിർബന്ധമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Obtain the equivalent capacitance of capacitors connected in series. 1/C equal to 1/C1 plus 1/C2. ഡെറിവേഷൻ അറിയണം. സെയിം ചാർജ് ആണ്, പക്ഷേ വോൾട്ടേജ് അല്ലെങ്കിൽ PD ഡിഫറെൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നതും കൂടി മനസ്സിലാക്കി വെക്കുക. Derive the expression for equivalent capacitance of capacitors connected in parallel. C equal to C1 plus C2. ഈ റിലേഷൻ്റെ ഡെറിവേഷൻ പഠിച്ചിരിക്കുക. അവിടെ ഓർത്തിരിക്കേണ്ടത് സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ബട്ട് ഡിഫറെൻറ്റ് ചാർജ് ആണ്.
ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഡെറിവേഷൻസ്, അതിൻ്റെ ഇക്വേഷൻസ്. ഇനി ഇതുവരെ ഡെറിവേഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ഡെറിവേഷനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫൈനൽ റിസൾട്ട് എഴുതി വെച്ചാലും നിങ്ങൾക്ക് അതിൻ്റേതായ മാർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതെങ്കിലും പഠിച്ചു വെക്കുക, ഈ ഫൈനൽ ഇക്വേഷനെങ്കിലും പഠിച്ചിരിക്കുക. Then derive the expression for energy stored in a capacitor. അവിടെ 3 ഇക്വേഷൻസ് ആണ്. നമുക്ക് കിട്ടുന്ന റിലേഷൻ ഇതാണ്: ഹാഫ് സി വി സ്ക്വയർ, ഹാഫ് ക്യൂ വി, ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. അപ്പോൾ ഈ ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ഇക്വേഷൻ. ഈ 2 റിലേഷനും അറിഞ്ഞിരുന്നാൽ മതി. ഡെറിവേഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ് എനർജി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ദാറ്റ് ഈസ് ഹാഫ് എപ്സിലൺ 0 ഇ സ്ക്വയർ. സ്റ്റേറ്റ് ഓംസ് ലോ, വി ഈക്വൽ ടു ഐ ആർ. യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓം ആണ്, ഓർത്തിരിക്കുക. ദെൻ draw VI graph of an ohmic conductor. Here you have the graph, voltage V along x-axis, I along y-axis, and VI graph is a straight line. Okay, അത് ഓർത്തിരിക്കുക. Then remember the equations for electrical energy. V equal to W equal to VIT, I square RT, V square by RT. Now what is the commercial unit of electrical energy? Kilowatt hour. SI unit of energy, joule. Electrical power and equations: P equal to VI, I square R, V square by R. Its SI unit, watt. Now derive the expression for equivalent resistance of resistors connected in series. R equal to R1 plus R2. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെറിവേഷൻ ഫിഗർ ഓർത്തിരിക്കണം. സെയിം കറൻ്റ് ആയിരിക്കും സീരീസിലായിരിക്കുമ്പോൾ, പക്ഷേ വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വാലൻറ്റ് റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. ഫൈനൽ ഇക്വേഷൻ 1/R ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2. ഈ ഒരു എക്സ്പ്രഷൻ്റെ ഡെറിവേഷനും പഠിച്ചിരിക്കുക. സെയിം വോൾട്ടേജ് ആണ്, ബട്ട് ഡിഫറെൻറ്റ് കറൻറ്റ്. Now remember the relation between EMF, internal resistance and potential difference. E equal to V plus IR. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ: സ്റ്റേറ്റ് കിർച്ചോഫ്സ് റൂൾസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ ഓർ ജംഗ്ഷൻ റൂൾ. സമ്മേഷൻ I ഈക്വൽ ടു 0 എന്നെഴുതാം. അല്ലെങ്കിൽ അറ്റ് എനി ജംഗ്ഷൻ ഓഫ് എ നെറ്റ്വർക്ക് the total current is equal to 0. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമ്മേഷൻ I ഈക്വൽ ടു 0 എന്ന് എഴുതിയാൽ തന്നെ മതി. അതിൽ പറയുന്നുണ്ട് ഫസ്റ്റ് ലോ എന്നതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോമാണ് ഇത്. നൗ സ്റ്റേറ്റ് കിർച്ചോഫ് സെക്കൻഡ് ലോ ഓർ ലൂപ്പ് റൂൾ, സ്റ്റേറ്റ് ലൂപ്പ് റൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മേഷൻ E ഈക്വൽ ടു സമ്മേഷൻ V ഓർ സമ്മേഷൻ E ഈക്വൽ ടു സമ്മേഷൻ IR. ഇതിൽ ഏത് രീതിയിൽ എഴുതി കഴിഞ്ഞാലും ലൂപ്പ് റൂൾ തന്നെയാണ്. അപ്പോൾ ഡെഫിനിഷൻ ഓർമ്മയില്ലെങ്കിൽ, കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയില്ലെങ്കിൽ ഈ ഇക്വേഷൻ മാത്രം എഴുതാവുന്നതാണ്. ദെൻ ഒബ്റ്റെയിൻ ദ കണ്ടീഷൻ ഫോർ ബാലൻസ് ഓഫ് എ വീസ്റ്റൺസ് ബ്രിഡ്ജ്. ദെൻ P/Q ഈക്വൽ ടു R/S എന്നുള്ള റിലേഷൻ, അല്ലെങ്കിൽ R1/R2 ഈക്വൽ ടു R3/R4 എന്നുള്ള റിലേഷൻ. ഈ ഒരു ഡെറിവേഷൻ ചോദിക്കാം. സർക്യൂട്ട് ഡയഗ്രാം പഠിച്ചിരിക്കുക, ഡെറിവേഷനും പഠിച്ചിരിക്കുക. അല്ലെങ്കിൽ ഷോ ദാറ്റ് ദ ബാലൻസ് കണ്ടീഷൻ ഓഫ് എ വീസ്റ്റൺസ് ബ്രിഡ്ജ് ഇസ് ദിസ്, അങ്ങനെയും ചോദിക്കാറുണ്ട്. ഇപ്പോൾ 2 രീതിയിലായാലും ഡെറിവേഷൻ പഠിച്ചിരിക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സർക്യൂട്ട് ഡയഗ്രാം obtain the relation for unknown resistance in the case of a meter bridge. R equal to SL1 by 100 minus L1. സർക്യൂട്ട് ഡയഗ്രാം വരച്ച് പഠിക്കുക, ഇക്വേഷനും ഓർത്തിരിക്കുക. What is the principle of working of a potentiometer? V proportional to L. Using circuit diagram, how you can use a potentiometer to compare the EMFs of given cells. സർക്യൂട്ട് ഡയഗ്രാം ഓർത്തിരിക്കണം, അറിയണം വരയ്ക്കാൻ. E1/E2 ഈക്വൽ ടു L1/L2. യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ, എക്സ്പ്ലെയിൻ ഹൗ ദി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ക്യാൻ ബി ഡിറ്റർമിൻഡ്. സർക്യൂട്ട് ഡയഗ്രാം അറിഞ്ഞിരിക്കണം. ദെൻ ഇക്വേഷൻ R ഈക്വൽ ടു ക്യാപിറ്റൽ R ഇൻറ്റു L1/L2 മൈനസ് 1. നെക്സ്റ്റ് വൺ, why potentiometer is preferred to voltmeter for measuring EMFs. എന്തുകൊണ്ടാണ് വോൾട്ട്മീറ്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യോമീറ്റർ പ്രിഫർ ചെയ്യുന്നത് EMF മെഷർ ചെയ്യാൻ? ദാറ്റ് ഈസ് ബിക്കോസ് ദ പൊട്ടൻഷ്യോമീറ്റർ യൂസസ് നൾ മെത്തേഡ്. ഇറ്റ് ഡസ് നോട്ട് ഡ്രോ കറൻറ്റ് ഫ്രം ദി സെൽ.
Next question. What is the magnetic force acting on a moving charge? Fm equal to qv cross b or qvb sin theta. What is meant by Lorentz force? F equal to qe plus qv cross b. ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻ അറിയാമെങ്കിൽ എഴുതാം, പക്ഷേ അതൊന്നും അറിയില്ലെങ്കിലും ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. ദെൻ സ്റ്റേറ്റ് ബയോ-സാവേർട്ട് ലോ dB equal to mu 0 by 4 pi I dl sin theta divided by r square. അടുത്ത ഡെറിവേഷൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. Derive the expression for magnetic field on the axis of a circular current loop. അതിൻ്റെ ഡയഗ്രാം അറിയണം, അതിൻ്റെ ഡെറിവേഷൻ അറിയണം, 1-2 സ്റ്റെപ്പെങ്കിലും പഠിച്ചിരിക്കുക. ഫൈനൽ ഇക്വേഷൻ ഇതാണ്. B equal to mu 0 I r square by 2 into x square plus r square whole raised to 3/2. Or അതിങ്ങനെയും ചോദിക്കാം. Derive the expression for field at the center of a circular current loop. B equal to mu 0 I by 2r. Next one, state Ampere's circuital law. Closed integral B dot dl equal to mu 0 I. Next one, derive the expression for magnetic field at a point inside the solenoid. B equal to mu 0 ni. യൂണിഫോം ഫീൽഡ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ യൂസിങ് ആംപിയർ സർക്യൂട്ടൽ ലോ ഡിറൈവ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് എ ടൊറോയിഡ്. അവിടെയും ബി ഈക്വൽ ടു mu 0 ni തന്നെയാണ് ഫൈനൽ ഇക്വേഷൻ. സ്റ്റേറ്റ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5b മാഗ്നറ്റിക് ഫ്ലക്സ് equal to 0 എന്ന് എഴുതാം, അല്ലെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ എനി ക്ലോസ്ഡ് സർഫസ് ഇസ് 0. ദെൻ എർത്ത്സ് മാഗ്നറ്റിസത്തിൽ വാട്ട് ആർ ദ മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്, അല്ലെങ്കിൽ ഡിഫൈൻ ദ മാഗ്നറ്റിക് എലമെൻറ്റ്സ് ഓഫ് എർത്ത്. മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ട്രൂ ജിയോഗ്രഫിക് നോർത്ത് ആൻഡ് നോർത്ത് ഷോൺ ബൈ കോമ്പസ് നീഡിൽ. ദെൻ ആംഗിൾ ഓഫ് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ, ഇറ്റ് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് and the surface of earth. And third one is horizontal component BH. What is the relation between vertical component of field and horizontal component of field of the earth? B equal to root of BV square plus BH square, where vertical component BV equal to B sin theta, horizontal component BH is equal to B cos theta, where theta is inclination. Define magnetisation M equal to M net magnetic moment divided by volume. Define susceptibility chi equal to M by H. Susceptibility unitless ആണ്, dimensionless ആണ്. Magnetisation unit ampere per meter. Then what is relative permeability, or what is the relation between susceptibility and permeability? Mu r is equal to 1 plus chi. Remember, this is magnetic permeability ആണ് mu r ഇവിടെ. Next is electromagnetic induction. State Faradays laws of induction. E equal to minus d phi b divided by dt. What is meant by motional EMF, or derive the expression for EMF produced by the motion of a conductor in a magnetic field. E equal to BLV. ഇതിൻ്റെ ഒരു ഡെറിവേഷനും ഫിഗറും അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെൻറ്റ് ബൈ എഡി കറൻറ്റ്? വാട്ട് ആർ ദി ആപ്ലിക്കേഷൻസ്? ദ കറൻറ്റ് ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ എ ബ്ലോക്ക് ഓഫ് മെറ്റൽ, ദാറ്റ് ഇസ് കോൾഡ് എഡി കറൻറ്റ്. ആപ്ലിക്കേഷൻസ്: മാഗ്നറ്റിക് ബ്രേക്കിംഗ്, ഇൻഡക്ഷൻ ഫർണസ്, ഇലക്ട്രിക് പവർ മീറ്റേഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഡാമ്പിംഗ്. നെക്സ്റ്റ് is, what is the principle of working of AC generator? It is electromagnetic induction. And the expression for induced EMF is E equal to E0 sin omega t, where E0 is the peak value, it is given by NBA omega. What is the expression for current in a pure resistor circuit? I equal to Im sin omega t. What is the phase difference between voltage and current in a pure resistor circuit? And draw phasor diagram. Phase difference 0 ആണ്, phasor diagram വരച്ച് പഠിക്കാം. Then what is the expression for current in a pure inductor circuit, or derive the expression for current in a pure inductor circuit?
What is the phase difference between voltage and current? Then draw phasor diagram. So here phase difference is pi by 2 and current lags voltage by pi by 2. What is meant by inductive reactance? It is the opposition offered by an inductor to the flow of current and given by XL equal to L omega. Inductive reactance in the definition ചോദിച്ചു കഴിഞ്ഞാലും ഈ ഇക്വേഷൻ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടുന്നതാണ്. Then derived expression for current in a pure capacitor circuit. What is the phase difference between voltage and current? Draw phasor diagram. So this derivation പഠിക്കുക. Then phase difference pi by 2 in phasor diagram, current leads voltage by pi by 2. What is meant by capacitive reactance? It is the opposition offered by a capacitor to the flow of current, to the flow of AC. Current എന്നതിലുപരി AC എന്ന് തന്നെ മെൻഷൻ ചെയ്യുക. Opposition offered by a capacitor to the flow of AC and it is given by 1 by C omega. Then what is the principle of working of a transformer? It is mutual induction. And ഈ equation ഓർത്തിരിക്കുക. Vs by Vp equal to Ns by Np equal to Ip by Is. What are the energy losses in a transformer? Flux leakage loss, eddy current loss, hysteresis loss, heat loss. ഇനി അതല്ലാതെ explain the working of a transformer. അതും ചോദിക്കാറുണ്ട്. ഇനി electromagnetic waves എന്നുള്ള ലെസണിൽ what is meant by displacement current? Id equal to epsilon 0 d phi e divided by dt, or it is the current due to change in electric flux. What is Ampere Maxwell's law? Closed integral b dot dl equal to mu 0 ic plus mu 0 epsilon 0 d phi e divided by dt. ഇനി ഇതിൽ ചോദിക്കാവുന്ന മറ്റൊന്ന്, what are the nature or properties of electromagnetic waves? Or mention any 4 properties of electromagnetic waves. ആ properties ഒരു 4-5 എണ്ണം പഠിച്ചിരിക്കണം. State Huygens principle. അതിലുള്ള 1-2 പോയിന്റ്സ് ഓർത്തിരിക്കാം. All points in the primary wavefront act as source of secondary wavelets. These wavelets travel with the same speed in all direction. Then laws of reflection and refraction using Huygens principle. അത് ഓർത്തിരിക്കുക. അതിൻ്റെ ഒരു ഡയഗ്രാം ഡെറിവേഷൻ കഴിയുമെങ്കിൽ പഠിച്ചു വെക്കുക. What is meant by polarization? Vibrations are confined to a single plane. The process in which vibrations are confined to a single plane is called polarization. Then it is exhibited only by transverse waves. ചോദിക്കാറുണ്ട്, which phenomenon or which property is used to test whether the given wave is transverse, അല്ലെങ്കിൽ transverse nature ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫിനോമിനൻ ഏതാണ്? So it is polarization. Now state Malus law. I equal to I0 cos square theta. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് അറിയുന്നവർക്ക് അത് തന്നെ എഴുതാം. അത് പറ്റിയില്ലെങ്കിൽ മിനിമം ഈ ഒരു ഇക്വേഷൻ എങ്കിലും എഴുതി വെക്കുക എന്നുള്ളതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് വെച്ചിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചാണെങ്കിൽ അതൊന്ന് ഓർത്ത് നോക്കുക. അതുപോലെ ഡെറിവേഷൻസ് പഠിച്ചു കഴിഞ്ഞതാണെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കുക. ഇനി പഠിക്കാൻ പറ്റുന്നത് പഠിച്ചു വെക്കുക. സ്റ്റേറ്റ് ബ്രൂസ്റ്റേഴ്സ് ലോ. n equal to tan ip. അതിൽ മറ്റൊരു കാര്യമുള്ളത്, ഷോ ദാറ്റ് the reflected and refracted waves are mutually perpendicular at the polarizing angle. ഈ ഒരു derivation ip plus r equal to 90 degree. What is meant by polarizing angle? Angle of incidence for which reflected light is polarized. That is called polarizing angle. Next lesson la, what is meant by work function or threshold energy? It is the minimum energy required for photoelectric emission. What is meant by threshold frequency or define threshold frequency? It is the minimum frequency required for photoelectric emission. Write Einstein's photoelectric equation. Kinetic energy max equal to h nu minus phi 0 or h nu equal to ke max plus phi 0. What is the relation between focal length and radius of curvature? R equal to 2f. What are the laws of reflection? 2 points ആണുള്ളത്.
angle I equal to angle R, incident ray, reflected ray and normal lie in the same plane. Derive mirror equation. 1 by V plus 1 by U equal to 1 by F. ഈ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ഒന്ന് നോക്കി വെക്കാം. What are the laws of refraction? Sin A by sin R equal to a constant. This is called Snell's law. അപ്പോൾ സ്റ്റേറ്റ് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്നും ചോദിക്കാറുണ്ട്. ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ പോയിന്റും കൂടി വേണം. ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ഓൾ ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. നെക്സ്റ്റ് ഈസ് derive the equation for refraction at a spherical surface. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം obtain the relation n2 by v minus n1 by u equal to n2 minus n1 by r for refraction at a spherical surface. ആ ഒരു ഡെറിവേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ അറിഞ്ഞിരിക്കുക. derive lens makers formula. So 1 by f equal to n minus 1 into 1 by r1 minus 1 by r2. ഈ ഡെറിവേഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. 2-3 സ്റ്റെപ്പെങ്കിലും ഓർത്തിരിക്കുക. ഏതെങ്കിലും പോർഷനിൽ സംശയം വരികയാണെങ്കിൽ ചാപ്റ്റർ വൈസ് റിവിഷൻ വീഡിയോസ് ഫോക്കസ് ഏരിയ ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുണ്ട്. അത് നോക്കി ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ദെൻ തിൻ ലെൻസ് ഫോർമുല, ഡിറൈവ് തിൻ ലെൻസ് ഫോർമുല അല്ലെങ്കിൽ ഒബ്റ്റെയിൻ തിൻ ലെൻസ് ഫോർമുല ഒക്കെ ചോദിക്കാറുണ്ട്. ഓർ ഡിറൈവ് ദ റിലേഷൻ 1 by v minus 1 by u equal to 1 by f. അപ്പോൾ ഇതിൻ്റെയും ഡെറിവേഷനും അതിൻ്റെ ഡയഗ്രാംസും ഓർത്തിരിക്കുക. വാട്ട് ഇസ് മെൻ ബൈ പവർ ഓഫ് എ ലെൻസ്? P equal to 1 by f where f is in meters. വളരെ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഫോക്കൽ ലെങ്ത് ഷുഡ് ബി ഇൻ മീറ്റേഴ്സ്. വാട്ട് ഇസ് ദി SI യൂണിറ്റ് ഓഫ് പവർ? diopter. Derive the expression for focal length of the combination of two lenses. 1 by f equal to 1 by f1 plus 1 by f2. ഈ ഒരു റിലേഷൻ അവിടെ തിൻ ലെൻസ് ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് സ്റ്റെപ്സ് അറിയില്ലെങ്കിൽ തിൻ ലെൻസ് ഫോർമുല എങ്കിലും എഴുതി വെക്കുക. എന്നിട്ട് ഫൈനൽ ഇക്വേഷൻ ഇതും എഴുതാവുന്നതാണ്. വാട്ട് ഈസ് ദി പവർ ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് ടു ലെൻസസ്? P equal to P1 plus P2. What is the magnification of the combination of two lenses? M equal to M1 into M2. മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഷോ ദാറ്റ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം ഇസ് ഗിവൺ ബൈ n equal to sin a plus d by 2 by sin a by 2. അതല്ലെങ്കിൽ അതിൻ്റെ റേ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഡെറിവേഷൻ റേ ഡയഗ്രാം വരയ്ക്കാനും ഡിറൈവ് ചെയ്യാനും വ്യക്തമായിട്ട് അറിയണം. ദെൻ ഡ്രോ ID കർവ് ആൻഡ് മാർക്ക് ദി ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. അപ്പോൾ ID കർവ് വരയ്ക്കാൻ അറിയാം. I along x ആക്സിസ്, ഡീവിയേഷൻ along y ആക്സിസ്, മിനിമം ഡീവിയേഷൻ പൊസിഷൻ ഇവിടെ മാർക്ക് ചെയ്യാൻ അറിയണം. അപ്പോൾ ഡ്രോ ID കർവ് ആൻഡ് മാർക്ക് ദ മിനിമം ഡീവിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് വരച്ച് ഈ ഒരു മിനിമം ഡീവിയേഷൻ പൊസിഷൻ മാർക്ക് ചെയ്യാം. റൈറ്റ് ബോസ് പോസ്റ്റ്ലേറ്റ്സ്. 3 പോസ്റ്റ്ലേറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ സ്റ്റേബിൾ ഓർബിറ്റ്സ്. സെക്കൻഡ് പോയിന്റ്, ആംഗുലർ മൊമെൻറ്റം L equal to NH by 2 pi. തേർഡ് വൺ, എനർജി എമിറ്റഡ് ഡ്യൂറിങ് ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺസ് H nu equal to EI minus EF. ഇവിടെ ഈ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. സ്റ്റേറ്റ് ബോസ് സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ L equal to NH by 2 pi എന്ന് എഴുതിയാൽ തന്നെ അത് കംപ്ലീറ്റ് ആയി. ദെൻ ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ റേഡിയസ് ഓഫ് ദി nth ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ ഈ ഡെറിവേഷൻ Rn equal to n square h square epsilon 0 by pi m e square. അതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ Rn പ്രപ്പോർഷണൽ ടു n square എന്നുള്ളൊരു പോയിന്റ് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക. What is meant by Bohr radius? It is the radius of the innermost orbit, that is R1 equal to h square epsilon 0 by pi m e square. It is denoted by A0. Obtain expression for energy of an electron in the nth orbit. ഈ ഡെറിവേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഈ ഫൈനൽ ഇക്വേഷൻ ഇതിങ്ങനെ ഓർത്ത് വെക്കാൻ കഴിയുന്നില്ലെങ്കിൽ En equal to minus 13.6 by n square electron volt. ഈ ഒരു റിലേഷൻ നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. എൻ്റെ ഡെറിവേഷനിൽ കഴിയുന്ന സ്റ്റെപ്സും പഠിക്കുക. ഓർ En പ്രപ്പോർഷണൽ ടു 1 by n square. അപ്പോൾ Rn പ്രപ്പോർഷണൽ ടു n square, En പ്രപ്പോർഷണൽ ടു 1 by n square.
ഓക്കെ, ആ രണ്ട് റിലേഷൻ കണക്ട് ചെയ്തിട്ട് ഓർത്ത് വെക്കുക. സ്റ്റേറ്റ് ദ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ. ഡെറിവേഷനാണ് വരുന്നത്, ഡെറിവേഷനും കൂടി ഉണ്ട് അതിൻ്റെത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n=n0 e⁻⁻ അത് തന്നെ ഡിറൈവ് ദ ലോ ഓഫ് റേഡിയോ ആക്റ്റീവ് ഡീക്കേ എന്ന് ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനും കൂടി അറിഞ്ഞിരിക്കണം. വാട്ട് ഈസ് മെൻ ബൈ ഹാഫ് ലൈഫ് പീരീഡ്? ഇറ്റ് ഈസ് എ ടൈം ടേക്കൺ ഫോർ ഹാഫ് ഓഫ് ദി ന്യൂക്ലിയൈ ടു ഡിസിൻറ്റഗ്രേറ്റ്, അല്ലെങ്കിൽ T12 = 0.693/λ. What is meant by alpha decay? That is the phenomenon in which a helium nucleus is emitted. Okay, atomic number decreases by 2, mass number decreases by 4. Zx gives Z-2 y a-4 plus 2 He4. What is meant by beta decay? ഇതിൽ ചോദിക്കാറുള്ളത്, ഇപ്പോൾ ഒരു സീരീസ് തന്നിട്ട് അതിലെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ആൽഫ ബീറ്റ ഡീക്കയിലൊക്കെ ആൽഫ പാർട്ടിക്കിൾസ് എമിറ്റഡ്, അപ്പോൾ പുതിയ ന്യൂക്ലിയസിൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരിക്കും, മാസ് നമ്പർ എത്രയായിരിക്കും, ആ രീതിയിലുള്ള പ്രോബ്ലം പോലെയും ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി അറിഞ്ഞിരിക്കണം. ബീറ്റ പ്ലസ് ഡീക്കെ ആകുമ്പോൾ അറ്റോമിക് നമ്പർ ഡിക്രീസസ് ബൈ 1, ബീറ്റ മൈനസ് ഡീക്കെ ആകുമ്പോൾ അറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. രണ്ട് കേസിലും മാസ് നമ്പർ സെയിം ആണ്, ചേഞ്ച് ഇല്ല. മറ്റൊന്ന് ഓർത്തിരിക്കേണ്ടത്, ഗാമ ഡീക്കയിൽ അറ്റോമിക് നമ്പറോ മാസ് നമ്പറോ ചേഞ്ച് ചെയ്യുന്നില്ല, രണ്ടും സെയിം ആയിരിക്കും, എനർജിയാണ് കുറയുന്നത്. ദെൻ വാട്ട് ഈസ് മെൻ ബൈ ന്യൂക്ലിയർ ഫിഷൻ? ഹെവി ന്യൂക്ലിയസ് സ്പ്ലിറ്റ്സ് ഇൻ ടു ലൈറ്റ് ന്യൂക്ലിയൈ. വാട്ട് ഈസ് മെൻ ബൈ ന്യൂക്ലിയർ ഫ്യൂഷൻ? ലൈറ്റ് ന്യൂക്ലിയൈ കമ്പൈൻ ടു ഫോം എ സിംഗിൾ ന്യൂക്ലിയസ്. With the help of a neat circuit diagram, explain the working of a half wave rectifier. So, what is rectifier? ചോദിച്ചു കഴിഞ്ഞാൽ it converts AC to DC. What is rectifier? And explain the working of a half wave rectifier. So, circuit diagram അറിയാം, then input signal, output signal, ഇതുകൂടി വരച്ചു വെക്കുക. And explain ചെയ്യുക, വർക്കിംഗ് ഒരു 2-3 സെൻറ്റൻസിലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. Then what is the working or explain the working of full wave rectifier? അവിടെയും സർക്യൂട്ട് ഡയഗ്രാം ആവശ്യമാണ്. ദെൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാമാണിത്. ഫുൾ വേവ് അല്ലെങ്കിൽ സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയറിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാമാണിത്. ഇൻപുട്ട് സിഗ്നൽ, ഔട്ട്പുട്ട് സിഗ്നൽ. ഇൻപുട്ട് സിഗ്നലിൽ 2 ഹാഫ് സൈക്കിൾസും ഉണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഔട്ട്പുട്ടിൽ പോസിറ്റീവ് മീൻസ് DC ആണ്. ദെൻ കൺവേർട്സ് ബോത്ത് ഹാഫ് സൈക്കിൾസ്. ഓർത്ത് വെക്കുക. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഓഫ് എ റെക്ടിഫയർ? It is the unidirectional property of a diode. പിന്നെ ചോദിക്കാം, what is the main component of a rectifier circuit? ചോദിച്ചു കഴിഞ്ഞാൽ it is a diode. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെ ചോദിക്കാം. Draw the input and output wave forms. അപ്പോൾ അതിലെല്ലാം ഈ ഇത്രയും കാര്യങ്ങളെ അതിൽ പഠിച്ചു വെക്കേണ്ടതുള്ളൂ, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതുള്ളൂ. ഇനി ലോജിക് ഗേറ്റ്സ് ആണ്. ലോജിക് ഗേറ്റ്സിൽ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ട 3 ലോജിക് ഗേറ്റ്സ്. നോട്ട് ഗേറ്റ്, ഇതിലെല്ലാ കേസിലും draw the symbol and write the truth table, അങ്ങനെയാണ് ചോദിക്കുക. സോ നോട്ട് ഗേറ്റ് സിമ്പിൾ ഓർത്ത് വെക്കുക, ട്രൂത്ത് ടേബിൾ 0 1 1 0. ഓർ ഗേറ്റ് സിമ്പിളാണിത്, ട്രൂത്ത് ടേബിൾ 0 0 0 0 1 1 1 0 1 1 1 1. ആൻഡ് ഗേറ്റ് സിമ്പിളാണിത്, ട്രൂത്ത് ടേബിൾ എല്ലാ 2 ഔട്ട്പുട്ടും മീൻസ് 2 ഇൻപുട്ടും ഹൈ ആണെങ്കിൽ മാത്രമാണ് ഔട്ട്പുട്ട് ഹൈ ആവുക. So 0 0 0 0 1 0 1 0 0 1 1 1. Then which 2 gates are known as universal logic gates? NAND gate and NOR gate. These 2 are known as universal logic gates because ഈ 2 logic gates ഉപയോഗിച്ച് you can prepare all other logic gates. മറ്റെല്ലാ logic gatesഉം ഇത് ഉപയോഗിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് it is known as, these 2 are known as universal ലോജിക് ഗേറ്റ്സ്. നാൻഡ് ഗേറ്റിൻ്റെയും നോർ ഗേറ്റിൻ്റെയും സിമ്പിളും അതുപോലെ തന്നെ ട്രൂത്ത് ടേബിളും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ട്സ് വരികയാണെങ്കിൽ, കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാന ഭാഗത്തുള്ള പ്ലേ ലിസ്റ്റ് നോക്കാവുന്നതാണ്. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടെ ചാപ്റ്റർ വൈസ് റിവിഷൻ ക്ലാസ്സുകൾ പ്ലേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.